മണലിൽ പോയി കിടന്ന് മത്സ്യകന്യക റബ്ബർ വെട്ടാൻ പോവുക, ഇങ്ങനെ പലവിധ ടാസ്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നൊരു വെറൈറ്റി ടാസ്ക്കാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം കാണിച്ചു തരിക എന്നുള്ളതാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വമ്പൻ ടാസ്ക് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്കുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം രാവിലെ തൊട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകുന്നു, എങ്ങനെ തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് എത്തുന്നു, ഇതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. സാധാരണയായി 6:45 7 മണിക്ക് എണീക്കുന്ന ഞാൻ ഇന്നൊരു 6-6:30 ആകുമ്പോഴത്തേക്ക് എണീറ്റു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാനുണ്ട്. റൂബീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവൾക്ക് സർജറിയാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് രാവിലത്തെ കാര്യങ്ങളെല്ലാം തീർക്കുകയാണ്. രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഉപ്പുമാവാക്കി. ഇനി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന സാധനം ഉപ്പുമാവ്, പുട്ട് ഉപ്പുമാവ്, പുട്ട് ഉപ്പുമാവ്, ഇതായിരിക്കും മെയിൻ. ഇനി ഉച്ചക്കത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ചാറുകറി, ഒരു മെഴുക്കുവരട്ടിയ തോരനോ, പിന്നെ മീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് രാവിലെ നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ, അതായത് ഉണ്ടാക്കി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാവർക്കും ഉള്ളത് പാക്ക് ചെയ്ത് വെക്കും അപ്പം തന്നെ. അപ്പോൾ അത്ര നമുക്ക് ടൈം അവിടെ ലാഭിക്കാം. ഇനി ഒരു വമ്പൻ ടാസ്ക് ഞാൻ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാത്രങ്ങൾ ഓരോന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇതേപോലെ കഴുകി കമത്തും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടി കിടക്കില്ല. ഇനി നമുക്ക് അതിലും വലിയൊരു ടാസ്ക് ഉണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ. അതായത് പോകുന്നതിന് മുമ്പ് തന്നെ അത് വേഗം പണികളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമ്മൾ ടുങ്കൂനെ ഞാൻ ഇതേപോലെ എണീപ്പിക്കും. ചില ദിവസങ്ങളിൽ ഇതേപോലെ എണീറ്റ് കിടക്കും, അത് റെയർ ആയിട്ടുള്ളതാണ്. അങ്ങനെ പോയി എണീപ്പിച്ച് പതുക്കെ സോപ്പിട്ട് സാറിനെ ഒന്ന് കൊണ്ടുവന്ന് ഇവനെ ഒന്ന് കുളിപ്പിച്ച് പല്ല് തേച്ച് ഭക്ഷണം കൊടുത്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ നടു ഒടിയുന്നൊരവസ്ഥയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമായതുകൊണ്ട് പൂക്കളം ഇടണം എന്ന് പറഞ്ഞിട്ട് വേഗം ചാടി വിളിക്കും. അപ്പോഴത്തേക്കും സാറ് വേഗം എണീറ്റൊക്കെ പോന്നോളും. അതിനുശേഷം എൻ്റെ കൂടെ പൂക്കളം ഇടാനും എല്ലാത്തിനും കൂടും കേട്ടോ. അപ്പോൾ പൂ പറിക്കാൻ പോകാനും അതേപോലെ തന്നെ പൂക്കളം ഇടാനും ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഇവിടെ നിൽക്കുന്ന കുറച്ച് കാട്ടുപൂക്കളും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടായിരിക്കും ഇതേപോലെ പൂക്കളം ഇടുന്നത്. അമ്മയും അതേപോലെ തന്നെ അമ്മമ്മയൊക്കെ കുറച്ച് പൂക്കളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ സംഘടിപ്പിച്ച് കൊണ്ടുവരും. അതൊക്കെ കൂടെ ഇതേപോലെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പൂക്കളൊക്കെ ഇട്ടതിന് ശേഷമുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പല്ല് തേപ്പിക്കില്ല. സ്വന്തമായിട്ട് സമയമില്ലാത്ത സമയത്തായിരിക്കും സ്വന്തമായിട്ട് ഞാൻ പല്ല് തേച്ചോളാം, അമ്മ പൊക്കോ ഞാൻ തന്നെ തേച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഞാൻ പറയാം തന്നെ തേച്ചോ. തേച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാനൊന്ന് ഉരച്ചിടും കേട്ടോ. അങ്ങനെ തന്നെത്താനെ ആൾ പല്ല് തേക്കാൻ തുടങ്ങി. ടുങ്കു ഇങ്ങനെ പല്ല് തേച്ച് തന്നെത്താനെ തുപ്പി എല്ലാം ഫുള്ള് ഫിനിഷ് ചെയ്യുമെന്നൊന്നും വിചാരിക്കേണ്ട, അതിൻ്റെ പുറകെ നമ്മുടെ കൈയും വേണം. പിന്നെ നമ്മുടെ ഇവനെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല എണ്ണ തേക്കലാണ്. അതായത് നമുക്ക് കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ആൾ അപ്പം തന്നെ പറയും എനിക്കും ജലദോഷക്കോള തല നനയ്ക്കേണ്ട എന്ന് പറയും. തലയിൽ തൊടുന്നത് ഒരു വമ്പൻ പ്രശ്നമാണ്, അത് വലിയൊരു ടാസ്ക്കാണ്. എന്നിട്ട് ഞാനിതേപോലെ പലക തേപ്പിച്ച് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡ് രാവിലത്തെ ഇതേപോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങ് കൊടുക്കും. അപ്പം ചില ദിവസങ്ങളിൽ കഴിക്കാത്ത ദിവസം അത് അമ്മ കൊടുത്തോളും, കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. റൂബീനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ബസ് കിട്ടുന്നിടത്ത് ഇറങ്ങും. ടുങ്കു ഇവിടെ കയറിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തിരിച്ച് മുകളിലോട്ട് റോഡിലോട്ട് എടുക്കുന്നവരെ ആ ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിൽ അവനെ ഇതേപോലെ ഇറക്കി വിടും. ഇതാണ് അവൻ്റെ റൗണ്ട്. എന്നും കാലത്ത് ചെയ്യുന്ന പരിപാടിയാണ്. രാവിലെ വണ്ടി താഴെ നിന്ന് എടുക്കുമ്പോൾ കയറ്റും, മോളിൽ കൊണ്ട് ഇറക്കി വിടും, അതിനുശേഷം ടാറ്റ കൊടുത്ത് പറഞ്ഞു വിടും. അങ്ങനെ ടുങ്കുവിന് ടാറ്റയൊക്കെ കൊടുത്ത് അവൻ്റെ റൗണ്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ്. സാധാരണ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ്, പക്ഷെ നമ്മളിന്ന് പോകുന്നത് ഈ സൈഡിലോട്ടാണ്. അതായത് നമ്മൾ വാണിയമ്പാറയ്ക്കാണ് പോകുന്നത്. ഹോസ്പിറ്റൽ നമ്മുടെ മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലാണ്. അവിടെ ഓൾറെഡി റൂബിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റൂബിക്ക് ഒരു താക്കോൽ വിഴുങ്ങിയിട്ടുള്ള സർജറി. ഇപ്പോൾ റൂബി വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ഹെർണിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വാണിയമ്പാറയിൽ ബസ് പിടിച്ച് ഞാൻ വടക്കഞ്ചേരി സ്റ്റാൻഡിനുള്ളിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റിലോട്ട് എത്തും. ഒരു വീടെടുത്ത് അതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനകത്ത് ബൊട്ടീക്കും അതേപോലെ ബാക്കിലോട്ട് സ്റ്റിച്ചിങ് യൂണിറ്റുമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വരുന്നത്. അത് നമ്മൾ തുറന്ന് സെറ്റ് ചെയ്ത് ഞാൻ അകത്തോട്ട് കയറി. ഇന്ന് നമുക്ക് കുറച്ചധികം ടാസ്കുകളുള്ള ദിവസമാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് ഇനി കാണാം. ആദ്യം തന്നെ യൂണിറ്റ് വന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് തുറന്നു. ഇതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് ടാസ്കുകൾ ചെയ്യാനുണ്ട്. കാരണം വീടായതുകൊണ്ട് കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രാവിലെ തന്നെ ഒന്ന് ടാപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം ടാങ്കിലോട്ട് കയറാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്തു. ഇതിന് ശേഷം ഇന്നലെ എനിക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ട്രൈപോഡ് സാധനങ്ങൾ, ഒരുങ്ങിയ സംഭവങ്ങൾ എല്ലാം നമ്മൾ അവിടെ തന്നെ വെച്ചേക്കാണ്. നല്ലപോലെ വൈകി രാത്രിയായിരുന്നു ഇപ്പോൾ പോകുന്നത്, ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും അവിടെ എവിടെയൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ യൂണിറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് ഇരുന്ന് ആദ്യം തന്നെ ഇന്ന് കുറച്ച് അതായത് കുറച്ച് നേരത്തെ എത്തിയല്ലോ, അതുകൊണ്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ അധികമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്ത് ഇന്ന് ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ഇന്ന് ഡെലിവറി ഉള്ളത്, ഇതെല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഞാൻ വർക്കിലോട്ട് കിടക്കത്തുള്ളൂ. പർച്ചേസിങ്ങിന് പോകുന്നതിന് മുമ്പും വർക്ക് തുടങ്ങുന്നതിന് മുമ്പും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് തീറ്റ എടുത്തിട്ട് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുത്തു.
അതിനുശേഷം നമുക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം. അതേപോലെ തന്നെ ബട്ടൺ ഹൗസിൽ പോയി നമുക്ക് ത്രെഡ് സാധനങ്ങൾ, ലേസ്, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇന്നലെയും നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഞാൻ എൻ്റെ വാച്ച് ഇതേപോലെ മറന്നു വെച്ചിട്ടാണ് പോയത്. അതിനുശേഷം സ്റ്റിക്ക് നോട്ടിൽ ഞാൻ കുറച്ച് നോട്ടുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും മറന്നു പോകണ്ട, വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം നോക്കി കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ബൊട്ടിക്ക് ക്ലോസ് ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ടൗണിലോട്ട് എത്തും. അവിടെ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബട്ടൺ ഹൗസിൽ പോകണമെന്നുണ്ടെങ്കിലും ടോണിച്ചേട്ടൻ്റെ ബട്ടൺ ഹൗസിൽ പോയിട്ട് ഇതേപോലെ നൂല് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം മേടിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിലും ഈസി ആക്സസിബിൾ ആയിട്ടാണ് വടക്കഞ്ചേരിയിൽ നമ്മൾ ഈ ബൊട്ടീക്ക് എടുത്തേക്കുന്നത്. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു ടാസ്ക് ഉണ്ട്. അതായത് നമുക്കൊരു കുടം വെള്ളം പോയി എടുത്തിട്ട് വരണം. ഇവിടെ അടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചായ വെക്കാനുള്ള അത്യാവശ്യം വെള്ളം തിളപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇതേപോലെ വെള്ളം എടുത്തിട്ട് ഞാൻ വരും. ഇതിന് ശേഷമാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് മേടിച്ചിട്ടുണ്ടോ, അതിൻ്റെ ബില്ല് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം ഇത് കണ്ടോ, ഒരു മെർമെയ്ഡ്, അതായത് ഒരു ഫിഷ് കട്ട് സ്കേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തപ്പം ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ചെയ്യാൻ വേണ്ടി, ഫാഷൻ ഷോയ്ക്ക് കണ്ടു വേണ്ടി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണിത് ചെയ്യുന്നത്. അതിനൊരു ബോർഡർ വെക്കാനുണ്ട്. അതിൻ്റെ പണിയിലാണ് ഞാനിപ്പം. ഇതിനിടയ്ക്കൂടെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടിപ്പുകളും കാര്യങ്ങളും, അതായത് ആ ഓരോ ടിപ്പുകളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് മിക്ക ദിവസവും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇച്ചിരി ലേറ്റ് ആവും. എന്നാലും ഞാൻ രാവിലെ കൊണ്ടുവന്നിരിക്കുന്ന ഫുഡുകളൊക്കെയാണിത്. അതായത് ഒരു ചാറുകറി, മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് അച്ചാർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാറ്റേൺ ചെയ്യാൻ തുടങ്ങി. കാരണം ഇന്ന് തന്നെ ഒരു കുറേ ഡ്രസ്സുകൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നാളെ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഡെലിവറി വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ചെയ്യാനും എല്ലാത്തിനും കുറച്ച് അധികം ടൈം നമുക്ക് പോകും. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം ടൈം പോകും. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് ഞാൻ ഓരോന്നും സോർട്ട് ചെയ്ത് ഇന്നത് ആദ്യം തീർക്കണം, ഈ കസ്റ്റമർ ആദ്യം വരും എന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 മന്ത് ഒക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുവരെ വർക്കേഴ്സിനെ വെച്ചിട്ടില്ല. കാരണം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വർക്കേഴ്സിനെ വെച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഓർഡറുകൾ കൂടുതലായിട്ട് വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പരമാവധി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ സോർട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്ലൗസിൻ്റെ കൈത്തയ്യലൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. കാരണം വീട്ടിൽ ഇരുന്നിട്ട് രാത്രി കുറച്ച് നേരം കൂടെ ചെയ്യും. ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അയ്യോ ആരും മേടിക്കണ്ട, കറണ്ട് പോയതാണ്. എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറണ്ട് പോയി. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ബസ് പിടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും 5 മിനിറ്റ് നമുക്ക് സമയമുള്ളൂ. അമ്മ വേഗം വന്നിട്ട് അമ്മ ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ വരുന്നു, കുടിക്കുന്നു, ബസ് കയറുന്നു, പോകുന്നു. അങ്ങനെ കാലപ്പറ്റ വന്നിറങ്ങി അവിടെ ഉണ്ണേട്ടം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഡ്രസ്സ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് കുളികൾ കാര്യങ്ങൾ ബാക്കി നാളത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്നു. അടുത്ത നല്ലൊരു അടിപൊളി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.